പല നഗരസഭയിൽ എന്തുണ്ടാകുമെന്ന കൗതുകമുണ്ട്. ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയം നൽകി LDF. കോൺഗ്രസ് കൗൺസിലർമാർ പിന്തുണ പിൻവലിക്കുന്നതായി പരസ്യ പ്രതികരണം നടത്തിയതിന് പിന്നാലെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം വരുന്നത്. ഇപ്പോൾ ഉണ്ടായ സാഹചര്യം ഭരണം മുഴുവൻ സ്തംഭിച്ചിരിക്കുന്നു. കാരണം അവരുടെ കൂടെയുള്ള 6 പേരും കൂടെ പറഞ്ഞിരിക്കുന്നു ഒരു കാരണവശാലും ഇവരെ അംഗീകരിക്കില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പാലയിലെ പൊതുസമൂഹം പാലയുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിൻ്റെ പൊതുസമൂഹം തന്നെ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എന്തുകൊണ്ടാണ് അവിശ്വാസം കൊടുക്കാത്തത്? കാരണം അവർക്ക് കൊടുക്കത്തില്ല, അവർക്ക് 6 പേരല്ലേ ഉള്ളൂ ഇപ്പം പൊതുവായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പാലായുടെ ഒരു നന്മയ്ക്ക് വേണ്ടി, പാലായുടെ ഒരു വികസന മുടിപ്പിന് വേണ്ടി, അല്ലെങ്കിൽ പാലായി ഇപ്പം നടന്ന തടസ്സങ്ങൾക്കെതിരായിട്ടാണ് ഞങ്ങളിപ്പം അവിശ്വാസം കൊടുത്തിരിക്കുന്നത്. അല്ല, കോൺഗ്രസ് ഒപ്പം നിൽക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ കോൺഗ്രസ് നോക്കിയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. കാരണം കോൺഗ്രസ്സുകാർ തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം കോൺഗ്രസ് ഇപ്പം നാളെ ഞങ്ങൾ കോൺഗ്രസുമായിട്ട് അയ്യപ്പ് ചെയ്തിട്ടൊന്നുമല്ല. അത് കോൺഗ്രസ്സുകാർ അവരുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. ഏതായാലും അവിശ്വാസം പാസ്സാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ചെയർപേഴ്സൺ സമയത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ചെയർപേഴ്സൺ വരുന്ന ആ സാഹചര്യങ്ങൾ, വരുന്ന രാഷ്ട്രീയ സാഹചര്യം നോക്കി ഞങ്ങൾ തീരുമാനമെടുക്കും. ഇപ്പം സംബന്ധിച്ച് ഈ ചെയർപേഴ്സണിനെ അവിശ്വാസത്തോടെ പുറത്തു അല്ല ഈ മാറേണ്ട അത്യാവശ്യമായതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ മൂവ് ചെയ്തിരിക്കുന്നത്. ഷിനോജ് എസ്.ടി ചേരുന്നുണ്ട്. ഷിനോജ്, അങ്ങനെ പാല ഒരു സസ്പെൻസിലേക്ക് മാറുകയാണോ LDFന്റെ നീക്കം? അവിടെ ആരോട് കൈകോർക്കുമെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ആര് കൈകോർത്താലും ഇപ്പോഴത്തെ പുളിക്കക്കണ്ടം കുടുംബം എൻ്റെ ചെയർപേഴ്സൺ മാറാനുള്ള സാധ്യത, അണിയറ നീക്കങ്ങൾ എങ്ങനെയാണ്? പ്രതീക്ഷ, ഈ UDF പാലാ നഗരസഭയിലെ ഭരണപക്ഷത്തെ തർക്കം തുടങ്ങിയിട്ട് ഏകദേശം 1.5 മാസത്തിന് മുകളിലാകുന്നു. ആ സമയത്തൊക്കെ തന്നെ ഈ ഭരണപക്ഷത്തെ തർക്കമൊക്കെ തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു LDF ക്യാമ്പ്. ഈ കഴിഞ്ഞ 1.5 മാസവും LDF ക്യാമ്പ് പറഞ്ഞിരുന്നത് ഞങ്ങൾ നിലവിൽ ഇപ്പോൾ ഈ ഭരണം പിടിക്കുന്ന അവസ്ഥയിലേക്കും തന്നെ എത്തിയിട്ടില്ല, അതിനുള്ള നീക്കങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇല്ല. പക്ഷേ ഇന്ന് മുതൽ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല. ഇന്നതാ ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് LDF എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള നഗരസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബിജു പാലുപ്പടവനാണ് ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് നോട്ടീസ് നൽകിയതിനു ശേഷം മാധ്യമങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ആരെങ്കിലുമൊക്കെ, അതായത് ഭരണപക്ഷത്തുള്ള നിലവിൽ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്നൊരു പ്രതീക്ഷയിലാണ് LDF നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയം നീക്കവുമായി ഒക്കെ തന്നെ മുന്നോട്ട് വരുന്നത്. നേരത്തെ നമുക്കറിയാം 6 കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഇത്തരത്തിൽ ഞങ്ങൾക്ക് ചെയർപേഴ്സണിൽ വിശ്വാസമില്ല, ചെയർപേഴ്സണിൽ ഞങ്ങളുടെ പിന്തുണ പിൻവലിക്കുന്നതായി പരസ്യമായി തന്നെ പറഞ്ഞതാണ്. ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും കൗൺസിലർമാർ തങ്ങൾക്കൊപ്പം ഈ ഇത്തരത്തിൽ ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്ന സമയത്ത് LDF ക്യാമ്പിനൊപ്പം നിൽക്കും എന്നൊരു പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ് ഉള്ളത്. ആകെ 14, അതായത് സ്വതന്ത്ര കൂട്ടായ്മയുടെ സഹകരണത്തോടെ 14 പേരാണ് നിലവിൽ ഇപ്പോൾ UDF ഭാഗത്തുള്ളത്. 12 പേരാണ് LDFനൊപ്പം ഉള്ളത്. ക്വാറം തികയണമെങ്കിൽ 14 പേരുടെ പിന്തുണ വേണം. ആരെങ്കിലും കോൺഗ്രസ് വിട്ടുനിന്നാൽ പോലും മറുവശത്തുള്ള ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ റിബലായിട്ട് മത്സരിച്ച ആളുണ്ട്, KDP മണി സി കാപ്പൻ്റെ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച ആളുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ തങ്ങൾക്കൊപ്പം കൊപ്പം നിർത്തി ഈ അവിശ്വാസം പാസ്സാക്കാൻ കഴിയും എന്നാണ് LDFൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അത് സംസാരിക്കുന്ന സമയത്ത് ബിജു പാലുപ്പടവൻ തന്നെ പറയുന്നുണ്ട്, അവിശ്വാസം പൂർണ്ണമായും പാസ്സാക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനൊപ്പം തന്നെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ചെയർപേഴ്സൺ ആകാൻ, അതായത് അവിശ്വാസം പാസ്സായി കഴിഞ്ഞാൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് 15 ദിവസത്തിന് അകത്ത് നടക്കണം. ആ സമയത്ത് ഭരണം പിടിക്കാൻ ഞങ്ങളില്ല, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാനാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഭരണപക്ഷത്തേക്ക്, അതായത് കോൺഗ്രസിലുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ, അതല്ലെങ്കിൽ UDFനൊപ്പമുള്ള ഒരു ആർക്ക് വേണമെങ്കിലും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മാറാം. ഞങ്ങൾ ഭരണം പിടിക്കാനില്ല. എന്തായാലും ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിനൊക്കെ തന്നെ പാല ഇനി സാക്ഷ്യം വഹിക്കുമെന്ന കാര്യം സംശയമില്ല. പാലയിലെ ഭരണം പിടിച്ചത് തന്നെ UDFും കോൺഗ്രസും ഒക്കെ തന്നെ വലിയ അഭിമാനമായിട്ടാണ് പറഞ്ഞിരുന്നതെങ്കിൽ പോലും 5 മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ അത് വലിയ അപമാനമായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും പാലയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ അത് മറ്റൊരു തരത്തിലേക്ക് മാറുകയാണ്. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ LDF.